സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, 4 സുവിശേഷങ്ങളാണ് നമുക്ക് സഭ അംഗീകരിച്ച് നൽകിയിരിക്കുന്നത്. ഈ 4 സുവിശേഷങ്ങളിലും ഒരു സുവിശേഷമേ ഉള്ളൂ, അത് 4 പേര് എഴുതിയിരിക്കുന്നത്. ഈ 4 സുവിശേഷങ്ങളിലും ഒരുപോലെ പരാമർശിക്കുന്ന ഏതാനും കാര്യങ്ങളിലൊന്നാണ് ഈശോയുടെ ദേവാലയ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അത് അത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്ന ഒരു വിഷയമാണ് ഈ ദേവാലയ ശുദ്ധീകരണം എന്നുള്ളത്. അതിന് ആദിമ കാലം മുതൽ നമുക്കറിയാം, ആദ്യം സുവിശേഷം പ്രചരിച്ചിരുന്നത് വാമൊഴിയായിട്ടാണ്. അത് എഴുത്ത് ലിപിയിലേക്ക് മാറുന്നത് പിന്നീടാണ്. അതുകൊണ്ട് ആദ്യ കാലഘട്ടം മുതൽ ഈ ഒരു വിഷയത്തെ ശരിക്കും അവർ വാമൊഴിയായിട്ട് സുവിശേഷം പറയുമ്പോഴും അതിശക്തമായിട്ട് പറഞ്ഞിരുന്നു. കാരണം അത് യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ അല്ലെങ്കിൽ യേശു കാണിച്ചു കൊടുത്ത ചില കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് 4 പേരും ഒരുപോലെ പരാമർശിക്കുന്നത്. 4 പാരമ്പര്യങ്ങളിലും ഒരുപോലെ ഈ കാര്യം അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അത് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. ഒരു ദേവാലയം ശുദ്ധീകരിച്ചു എന്നത് മാത്രമല്ല, അതിനുപരിയായിട്ട് ഈശോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ച് നമുക്കറിയാം. എന്തിനാണ് ദേവാലയം ശുദ്ധീകരിച്ചതെന്ന്? അവിടെ കച്ചവടവും കവർച്ചയും എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും വിശുദ്ധ സ്ഥലം, ജെറുസലേം ദേവാലയത്തിന് പല വിഭാഗങ്ങളുണ്ട്. അതിവിശുദ്ധ സ്ഥലം പുരോഹിതന്മാർ വർഷത്തിലൊരിക്കൽ മാത്രം പ്രവേശിക്കുന്ന സ്ഥലം, അതിന് താഴെ പ്രധാനപ്പെട്ട കവാടം, അങ്ങനെ പല തട്ടുകളായിട്ടാണ്. അതിൽ ഈ കച്ചവടം നടന്നിരുന്ന സ്ഥലം എന്ന് പറയുന്നത് എല്ലാ ജെറുസലേം ദേവാലയത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ കടന്നു വരുന്ന വിജാതീയർക്കും അതുപോലെ തന്നെ പാപികൾക്കുമൊക്കെ പ്രാർത്ഥിക്കാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു, പ്രത്യേകം സ്ഥലങ്ങൾ. അതുകൊണ്ടാണ് ദേവാലയത്തിൽ വരുമ്പോൾ പള്ളിയുടെ പുറത്ത് നിൽക്കരുതെന്ന് പറയുന്നത്. ഈ പള്ളിയുടെ പുറത്തുള്ള ഭാഗം അല്ലെങ്കിൽ അവരെ ഗണിച്ചിരുന്നത്, ഏറ്റവും പുറകിലുള്ള ഭാഗത്ത് ഗണിച്ചിരുന്നത് പാപികളും വിജാതീയരുമാണ്. അപ്പം ആ ഭാഗത്താണ് ഈ കച്ചവടങ്ങൾ നടന്നിരുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം ഏറ്റവും അധികം, ഈശോ ഏറ്റവും അധികം ആഗ്രഹിച്ച് ആരെയാണോ ദേവാലയത്തിൽ കാണാനായിട്ട് യേശു ആഗ്രഹിച്ചത്, അവർക്ക് സോളമൻ്റെ ദേവാലയത്തിൽ അല്ലെങ്കിൽ ജെറുസലേം ദേവാലയത്തിലുള്ള സ്ഥാനം ഏറ്റവും പിന്നിലായിട്ടായിരുന്നു. ഇനി ആ പിന്നിലുള്ള സ്ഥാനം പോലും അവർ കരസ്ഥമാക്കിയിരുന്നു. കാരണം അത് കച്ചവടത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. നമുക്കറിയാം, നമ്മുടെ ചില ഇപ്പോൾ പിന്നെ തിരുനാളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ തിരുനാൾ സ്ഥലം തിരുനാളിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ കുർബാനയും അല്ലെങ്കിൽ തിരുനാൾ വിശുദ്ധ കുർബാനയോ അല്ലെങ്കിൽ ആരാധനയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കുകയില്ല. നമ്മുടെ തിരുനാളുകളിൽ പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ചയാണ് ആഘോഷങ്ങൾക്കാണ് പ്രാധാന്യം. അവിടെ നടക്കുന്ന കച്ചവടങ്ങൾക്കാണ് പ്രാധാന്യം കിട്ടുക. ഇതിനെ ഈശോ നിശ്ചിതമായിട്ട് വിമർശിക്കുകയാണ്. കാരണം ആരാണ് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്? ദേവാലയത്തിലേക്ക് ഏറ്റവും അധികം കടന്നു വരുന്നത് ആഘോഷിക്കാൻ വരുന്നവരല്ല. പിന്നെ ഒരു ദേവാലയത്തിൽ ഏറ്റവും ആഗ്രഹത്തോടെ കടന്നു വരുന്നവർ അശരണരാണ്. അതായത് മറ്റൊരിടത്തും ആശ്രയം കിട്ടാത്ത, മനുഷ്യരിൽ നിന്നും അഭയം കിട്ടാത്ത, മനുഷ്യരിൽ ആശ്രയം വെച്ചിട്ട് പരാജയപ്പെട്ടു പോയവർ. നമ്മൾ ഈശോയുടെ അടുത്തേക്ക് വരുന്ന 12 വർഷമായിട്ട് രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീയൊക്കെ കാണുന്നുണ്ട്. അവിടെ വൈദ്യന്മാരെ മുഴുവൻ കണ്ടിട്ട് അവസാനം രക്ഷയില്ലാഞ്ഞിട്ടാണ് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജെറുസലേം ദേവാലയത്തിൽ എന്തുകൊണ്ട് ഈശോ ഇത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഈശോ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന, തൻ്റെ അടുക്കലേക്ക് ഏറ്റവും വിശ്വാസത്തോടെയും ആഗ്രഹത്തോടെയും കടന്നു വരുന്ന ആളുകളെ തടയുന്ന വിധത്തിൽ അവരാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കച്ചവടത്തിലൊക്കെ അവരെയാണ് വീഴിക്കാനും പറ്റുക. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവണതകളെ കർത്താവ് നിശ്ചിതമായിട്ട് എതിർക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവരാണ് ഈശോയുടെ അടുത്തേക്ക് വരാനുള്ള യോഗ്യതയുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇനി ഇതിൻ്റെ മറുവശം കർത്താവ് നമ്മളോട് പറയുന്നത്, നമുക്കറിയാം ദേവാലയം, നമ്മൾ പണിതുയർത്തിയ ദേവാലയം അത്ര പ്രധാനപ്പെട്ടതൊന്നുമല്ല. മനുഷ്യൻ പണിത ദേവാലയമാണോ പ്രധാനപ്പെട്ടത്, അതോ ദൈവം പണിത ദേവാലയമാണോ? മനുഷ്യൻ പണിത ദേവാലയങ്ങൾ പലതുണ്ട്. നമ്മളിരിക്കുന്നത് ഒരു ആലയത്തിലാണ്, ഒരു ദേവാലയത്തിൽ. ഇത് മനുഷ്യർ പണിത ദേവാലയമാണ്. മനുഷ്യൻ പണിത ദേവാലയത്തെക്കാൾ പ്രധാനപ്പെട്ടത് ദൈവം പണിത ദേവാലയമാണെന്ന്, ദൈവം പണിത ആലയമാണെന്ന് പല തവണ നമ്മൾ വചനത്തിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പൗലോസ് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്തോസ് 6-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്.
ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പോൾ ഈശോ ഈ ഒരു മാറ്റം കൊണ്ടുവന്നയാളാണ്. ഒരു ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടേണ്ട അനുഭവം ഇതാണ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ശരീരത്തിൽ ദൈവത്തെ ആരാധിക്കാൻ. ഞാനതാ പറഞ്ഞത്, മനുഷ്യൻ പണിത ആലയത്തെക്കാൾ പ്രധാനപ്പെട്ടതാണല്ലോ ദൈവം പണിത ആലയം. ഏതാണ് ദൈവം പണിതതും ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ആലയം നമ്മുടെ ശരീരമാണെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് അന്ത്യ അത്താഴ വിരുന്നിൽ ഈശോ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? അവിടെ വലിയ പാത്രങ്ങളും സ്വർണ്ണപാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള പലതും അവിടെ ഉണ്ടായിരുന്നു. അതൊന്നുമല്ല ഈശോ എടുത്ത് ഉയർത്തിയത്. പിന്നെയോ അവിടെ ഉണ്ടായിരുന്ന അപ്പവും വീഞ്ഞുമാണ് എടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാകുന്നു. ഇത്രയും വില കൂടിയ വല്ല സ്വർണ്ണോ വെള്ളിയോ ഒക്കെ ആയിരുന്നു എടുത്ത് ഉയർത്തിയത് അല്ലേ? കർത്താവ് ഉയർത്തിയത് അപ്പവും വീഞ്ഞുമാണ്. എന്തിനാ അപ്പവും വീഞ്ഞും? അത് സാധാരണക്കാരൻ്റെ ഭക്ഷണവും പാനീയവുമാണ്. എല്ലാവരിലേക്കും എത്തിച്ചേരാൻ പറ്റുന്ന, ദേവാലയത്തിലെ തിരുശേഷിപ്പാകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ദേവാലയത്തിലെ ദൈവ സാന്നിധ്യമാകാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ദൈവം മനുഷ്യൻ്റെ രൂപം പ്രാപിച്ച് ആ മനുഷ്യനായ ദൈവം അപ്പമായി മാറി. ആ അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു തെളിവാണ്. അപ്പോൾ ഈശോ പറഞ്ഞു വരുന്ന കാര്യവും പഠിപ്പിക്കുന്ന കാര്യവും ഒന്ന് തന്നെയാണ്. നിങ്ങൾ പണിത ആലയത്തേക്കാൾ, നിങ്ങൾ എനിക്കായി പണിത ആലയത്തേക്കാൾ എനിക്ക് താല്പര്യം ഞാൻ പണിത ആലയമാണ്. ഞാൻ പണിത ആലയം അതേതാണ്? നമ്മുടെ ശരീരമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഈ ശരീരവിശുദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. കാരണം ശരീരം അത്രമാത്രം പ്രാധാന്യമുള്ളതല്ല എന്നൊക്കെ ചിലപ്പോൾ വിശുദ്ധ അഗസ്തീനോസിൻ്റെ പഠനങ്ങളിലൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ അന്തസ്സത്ത ഇതാണ്: നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നത്. ആ ആത്മാവ് ദൈവദത്തമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയം ആണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നമ്മൾ ഈ ദേവാലയം, നമുക്കറിയാം, എവിടെയെങ്കിലുമൊക്കെ ദേവാലയത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമ്മൾ പറയും അത് ഞങ്ങൾക്കെതിരെ, അതായത് അത് ഞങ്ങളുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തി. അങ്ങനെയൊന്നും പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ല. കർത്താവ് അങ്ങനെ പറയാൻ പഠിപ്പിച്ചിട്ടുമില്ല. ദേവാലയത്തിലല്ല ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ദേവാലയത്തിൽ ചെല്ലുന്നവരുടെ നാവിലൂടെ അവൻ്റെ ഓരോരുത്തരുടെയും ശരീരത്തിലാണ് വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദേവാലയങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഒരുപക്ഷെ അത് നമുക്ക് ഒരു വികാരമായിട്ട് എടുക്കാം. പക്ഷേ വികാരത്തിനപ്പുറം വിശ്വാസവുമായിട്ടൊരു ബന്ധവുമില്ല. വിശ്വാസപ്രകാരം ഈശോ വസിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ശരീരത്തിലാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, പൗരസ്ത്യ റീത്തുകളിലൊക്കെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്, വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ആ വാഴ്ത്തുന്ന വിശുദ്ധ കുർബാന ആ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും. കാരണം ആ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ പിന്നെ സൂക്ഷിച്ചു വെക്കാനുള്ള പതിവില്ല. രോഗികൾക്ക് വേണ്ടിയുള്ളത് മാത്രം എടുത്ത് മാറ്റി വയ്ക്കുന്ന പതിവുള്ളൂ. വിശുദ്ധ കുർബാന വലിയൊരു അളവിൽ സൂക്ഷിച്ചു വെക്കില്ല. കാരണം അത് ഈ ആലയത്തിൽ, നമ്മൾ പണിത ആലയത്തിൽ വന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്നവരുടെ കൂടെ പോകാനുള്ള ഈശോയാണ്. നമ്മുടെ കൂടെയാണ് ഈശോ വരുന്നത്, നമ്മുടെ കുടുംബത്തിലേക്കാണ് വരുന്നത്. ഈ അടുത്ത ദിവസങ്ങളൊക്കെ കേട്ട ഒരു അന്ധവിശ്വാസം, അത് ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. മാലാഖമാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവരെ ക്ഷണിച്ചു വരുത്തി പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക അന്ധവിശ്വാസം ഈ നാടുകളിൽ, നമ്മുടെ നാട്ടിലൊക്കെ ചുറ്റിലുമുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സംശയം തോന്നിയപ്പോൾ 2 സഹോദരങ്ങൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ ഇത് ശരിയാണോ? ശരിയല്ല എന്ന് തീർത്തും ഞാൻ പറഞ്ഞു. മാലാഖമാരെ അല്ലല്ലോ വിളിക്കേണ്ടത്. ഓരോ ദിവസവും നമ്മൾ വിശുദ്ധ ബലി പങ്കെടുക്കുമ്പോൾ നമ്മൾ പറയേണ്ടത്, ഈശോയെ നീ എൻ്റെ കൂടെ വരണം, നീ എൻ്റെ വീട്ടിലേക്ക് വരണം. കർത്താവ് വരാൻ തയ്യാറാണ്. അങ്ങനെ വേറെ മറ്റൊരു ഗ്രൂപ്പുണ്ട്, വിശുദ്ധരെ വിളിച്ചു വരുത്തി, വിശുദ്ധരുടെ പീഠമൊക്കെ ഒരുക്കി അവരെ വിളിച്ചു വരുത്തി ആ പീഠത്തിലിരുത്തി പ്രാർത്ഥിപ്പിക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പുകാരുണ്ട്. ചോദിച്ച കരുതാ എവിടെ അഡ്രസ്സൊക്കെ തരുവാണെങ്കിൽ ഞങ്ങളോടെ ഒന്ന് വിളിച്ചു വരുത്തിയേക്കാം. വേണ്ട, അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്, സഭയുടെ വിശ്വാസവുമായിട്ട് ബന്ധമില്ലാത്ത വിശ്വാസങ്ങളാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നാലെ പെട്ടുപോകുന്ന ആളുകളുണ്ട്. പക്ഷേ അത് ഈശോ എവിടെയാണ് വസിക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ വിശുദ്ധ കുർബാനയിൽ വരുമ്പോൾ, ഓരോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. നീ എന്നെ കൂടെ കൊണ്ടുപോകും, നീ എന്നെയും കൊണ്ട് നിൻ്റെ വീട്ടിലേക്ക് പോകും, നീ എന്നെയും കൊണ്ട് നിൻ്റെ ജീവിതത്തിലേക്ക് പോകും, നീ എന്നെയും കൊണ്ട് നിൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകും. ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധരെയോ മാലാഖമാരെയോ കുടിയിരുത്താൻ വേണ്ടി അല്ല പ്രിയപ്പെട്ടവരെ ദൈവം പഠിപ്പിക്കുന്നത്. പിന്നെയോ യേശു തന്നെ നമ്മുടെ ഉള്ളിൽ ജീവിക്കുകയാണ്.
ജീവിക്കുന്ന സാന്നിധ്യമായി. ആ ആലയമാണ് എൻ്റെ ശരീരം. ഇനി ഈ ആലയത്തെ നമുക്ക് പരിശോധിക്കാം. ഈ ആലയം നമ്മൾ കച്ചവട സ്ഥലമാക്കാറുണ്ടോ? ഈ ആലയം നമ്മൾ വിൽപ്പന ചരക്കാക്കി മാറ്റാറുണ്ടോ? നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നത് എന്തും അത് ദൈവം ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അത് മദ്യമോ മയക്കുമരുന്നോ, അത് ഏതെങ്കിലും തരത്തിലുള്ള സുഖഭോഗങ്ങളോ, ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങളോ, അത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുദ്രകൾ കുത്തുന്നതോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മനഃപൂർവ്വം അപകടം ക്ഷണിച്ചു വരുത്തുന്നതോ, ആത്മഹത്യ ചെയ്യുന്നതോ ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുന്ന, ശരീരത്തെ നശിപ്പിക്കുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് ഈ ആലയത്തിനെതിരായ പ്രവൃത്തിയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ഇടയിൽ ഒത്തിരി പേര് പച്ച കുത്തുന്ന പ്രവണതയൊക്കെ ഉണ്ട്. പച്ച കുത്തി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ നമുക്ക് ശരീരത്തിന് മായ്ച്ചു കളയാൻ പറ്റില്ല ഒരിക്കലും. അപ്പം അതുപോലെയുള്ള പ്രവണതകളുണ്ട്. പിന്നീട് അതുപോലെ മറ്റു പല കാര്യങ്ങളുമുണ്ട്. മദ്യപാനം, മയക്കുമരുന്ന്, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന, ശരീരത്തെ എൻ്റെ ആയുസ്സിനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ നമ്മൾ രോഗിയായി കഴിയുമ്പോൾ രോഗത്തിന് മരുന്ന് കഴിക്കണം. മരുന്ന് കഴിക്കാതിരിക്കുന്നതും ശരീരത്തെ നശിപ്പിക്കുന്നതാണ്. കാരണം നമ്മൾ രോഗാവസ്ഥയിൽ ആവശ്യമായ ചികിത്സ നേടണം. ചില ആൾക്കാരുണ്ട്, രോഗമാകുമ്പോഴും കർത്താവ് സുഖപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അതും ശരീരത്തെ നശിപ്പിക്കുന്ന, ശരീരമാകുന്ന ആലയത്തെ, പ്രിയപ്പെട്ട ഒരു ദേവാലയത്തെക്കാൾ പരിപാവനമായിട്ട് ദൈവം കാണുന്നത് നമ്മുടെ ശരീരത്തെയാണ്. ഇനി ശരീരം കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ, ശരീരം ഉപയോഗിച്ച് ചെയ്യുന്ന പാപങ്ങൾ, നമ്മുടെ ശരീരത്തെ മലിനപ്പെടുത്തുന്ന, അശുദ്ധമാക്കുന്ന, നമ്മുടെ ശരീരത്തെ തിന്മയിലേക്ക് നയിക്കുന്ന പാപങ്ങൾ, ഈ പാപങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങളെ മാറ്റേണ്ടത്. അതൊക്കെ കച്ചവടങ്ങളാണ്, നമ്മുടെ ശരീരം ഉപയോഗിച്ചുള്ള കച്ചവടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ ആലയമാകുന്ന ശരീരത്തെ നമുക്ക് പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കാം. നമ്മുടെ ദേവാലയം പരിശുദ്ധമാകും. നമുക്കറിയാം, നമ്മുടെ ദേവാലയത്തിന് വ്യത്യസ്തങ്ങളായ സാധനങ്ങളുണ്ട്. നിങ്ങൾ പഴയ നമ്മുടെ പള്ളികളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ചില പള്ളികൾ ഗോത്തിക് സ്റ്റൈലിൽ പണിത പള്ളികളുണ്ട്. അങ്ങനെയുള്ള പള്ളികളുടെയൊക്കെ, ചില പഴയ പള്ളികളുടെയൊക്കെ പ്രത്യേകത നമുക്കറിയാം. ആ പള്ളിയുടെ ഷേപ്പ് കുരിശാകൃതിയിലായിരിക്കും, അല്ലേ? കുരിശിൻ്റെ ആകൃതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രണ്ട് വശത്ത് ഓരോ കൊമ്പ്, നമ്മൾ പറയും കൊമ്പെന്ന് പറയും. പിന്നെ പുറകിലേക്ക് സങ്കീർത്തി, അതിൻ്റെ മുൻപിൽ ബലിപീഠവും അൾത്താരയും, പിന്നെ നമ്മൾ നിൽക്കുന്ന ഭാഗം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു, അല്ലെ? കുരിശാകൃതിയിൽ. എന്തിനാണ് അങ്ങനെ ദേവാലയം പണിയുന്നത്? മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആകൃതിയിൽ പണിയുന്നതാണ്. കുരിശെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ ആകൃതിയാണ്. ആ ശരീരത്തിൻ്റെ ആകൃതി പണിയുന്നത്, അത് അന്ന് പണിതത്, അങ്ങനെ പണിതിരിക്കുന്നത്, ഈ കൊമ്പ് വെച്ചുള്ള ദേവാലയമൊക്കെ പണിതത് അത് സൗകര്യപ്രദമായ രീതിയിൽ ഇരിക്കാൻ വേണ്ടി മാത്രമല്ല. ദേവാലയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരമാണ് യഥാർത്ഥ ദേവാലയമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ബുദ്ധിയുള്ള ഏതോ ആർക്കിടെക്റ്റുകൾ ചെയ്ത കാര്യമാണ്. അതാണ് ശരീരമാകുന്ന ആലയത്തിൻ്റെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ ഈശോ ഈ ചെയ്ത പ്രവൃത്തി ഇന്ന് ചെയ്യുകയാണെങ്കിൽ, ഈശോ ഒരു ദേവാലയത്തിന് വന്നിട്ടായിരിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെയോ യേശു ആഗ്രഹിക്കുന്നത്, യേശു വസിക്കുന്ന, നമ്മൾ നിരന്തരമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്, എല്ലാ ദിവസവും സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ശരീരമാകുന്ന ആലയത്തിൽ വന്നിട്ടായിരിക്കും കർത്താവ് ചാട്ടവാർ എടുക്കുക, എൻ്റെയും നിങ്ങളുടെയും, നമ്മുടെ ഓരോരുത്തരുടെയും. അല്ലാതെ ദേവാലയത്തിൽ, കാരണം ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു. ഇനി എന്നേക്കുമായിട്ട് ഒരേ ഒരു ദേവാലയമില്ല, ഒരുപാട് ദേവാലയങ്ങളുണ്ട്. നമ്മൾ പറയുന്ന ദേവാലയങ്ങൾ ഇതുൾപ്പെടെയുള്ള നമ്മുടെ ഇടവക പള്ളികളായ ദേവാലയങ്ങൾ ഇനി നശിപ്പിക്കുന്നത്, ഇനി കർത്താവ് വന്നാൽ ചാട്ടവാർ എടുക്കുന്നത് നിശ്ചയമായും ഈ ദേവാലയത്തിനുള്ളിലായിരിക്കുകയില്ല. അതിനൊരു സംശയമില്ല. കാരണം ആ കോൺസെപ്റ്റ് പൂർണ്ണമായിട്ട് കർത്താവ് തകർത്തു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനത്തിൽ ഈശോ സമറിയക്കാരിയോട് പറയുന്നുണ്ട്, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. അതായത് ആ മലയിലും ഈ മലയിലും സമരിയക്കാർ പറയുന്നു, ഞങ്ങൾ ഈ മലയിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്, നിങ്ങൾ ആ മലയിൽ ജെറുസലേം ദേവാലയത്തിൽ, ഞങ്ങൾ ഈ മലയിലെ ആലയത്തിൽ. കർത്താവ് പറയും, ആ മല, ഈ മലയൊക്കെ പോകും. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി യേശു വന്നാൽ ജെറുസലേം ദേവാലയം അവിടെ ഇല്ല. ഇനി കർത്താവ് നോക്കുന്ന നമ്മുടെ ശരീരമാകുന്ന ആലയത്തിലേക്ക്, ഈശോ വസിച്ച ആലയം.
അന്ത്യവിധിയുടെ സമയത്ത് നമുക്കറിയാമല്ലോ, അതാണ് കർത്താവ് പരിശോധിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ നടത്തുന്ന എല്ലാ കച്ചവടങ്ങളും, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ നടത്തുന്ന എല്ലാ ലാഭ പരിപാടികളും നമുക്ക് മാറ്റിവെക്കാം. കർത്താവിൻ്റെ ആലയമാക്കി എൻ്റെയും നിങ്ങളുടെയും ശരീരത്തെ മാറ്റണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് തന്നെയാണ് ഈശോ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ നാവ് നീട്ടുമ്പോഴൊക്കെ നമ്മുടെ നാവിലേക്ക് വിശുദ്ധ കുർബാനയായിട്ട് ഈശോ കടന്നു വരുന്നത്. ഈശോയെ നമുക്ക് യോഗ്യതയോടെ സ്വീകരിച്ച് പാവനമാകുന്ന ആലയമാക്കി മാറ്റാം. ഒപ്പം നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് ദേവാലയം തന്നെയാണെന്ന്, എൻ്റെ ജീവിത പങ്കാളി ദേവാലയമാണെന്ന്, എൻ്റെ മക്കൾ ദേവാലയമാണെന്ന്, എൻ്റെ അയൽവക്കംകാരൻ ദേവാലയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദേവാലയത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.